അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, യഅ്ജൂജ് മഅ്ജൂജ് എന്ന നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ ജനതയെക്കുറിച്ചുള്ള അത്ഭുതപ്പെടുത്തുന്ന കഥയാണ് നാം ഇന്ന് പറയുന്നത്. ലോക ചരിത്രത്തിലെയും പ്രവചനങ്ങളിലെയും ഏറ്റവും നിഗൂഢവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരധ്യായമാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്ന ജനതയുടേത്. മനുഷ്യരാശിയുടെ അന്ത്യകാലത്ത് അഥവാ ഖിയാമത്ത് നാളിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന അവിശ്വസനീയമാം വിധം എണ്ണത്തിൽ കൂടുതലുള്ളതും ശക്തരുമായ ഒരു ജനവിഭാഗമാണിത്. പ്രവാചകൻ നൂഹ് നബിയുടെ മകനായ യാഫീത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവർ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരായി ക്രൂരതയുടെയും നശീകരണത്തിൻ്റെയും പ്രതീകങ്ങളായി വർണ്ണിക്കപ്പെടുന്നു. സഹസ്രാബ്ദങ്ങളായി മനുഷ്യനേത്രങ്ങളിൽ നിന്ന് മറക്കപ്പെട്ട ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഭീകരമായ മലനിരകൾക്കിടയിൽ ഇവർ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ആ തടവറ തകർക്കപ്പെടുന്ന ദിവസം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു ദുരന്തത്തിൻ്റെ തുടക്കമായിരിക്കും. ഈ നിഗൂഢ ജനതയെ തടവിലാക്കിയതിനു പിന്നിലെ ചരിത്രം വിരൽ ചൂണ്ടുന്നത് നീതിമാനായ ഭരണാധികാരിയായിരുന്ന ദുൽഖർനൈൻ എന്ന രാജാവിലേക്കാണ്. ലോകം മുഴുവനും സഞ്ചരിച്ച അദ്ദേഹം സൂര്യൻ ഉദിക്കുന്ന ഇടങ്ങളിലേക്കും അസ്തമിക്കുന്ന ഇടങ്ങളിലേക്കും യാത്ര ചെയ്തു. ഒടുവിൽ ഭാഷയോ സംസ്കാരമോ തിരിച്ചറിയാൻ കഴിയാത്ത തികച്ചും അപരിചിതരായ ഒരു ജനത വസിക്കുന്ന രണ്ട് വമ്പൻ പർവ്വതങ്ങളുടെ ഇടയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെയുള്ള ജനങ്ങൾ ദുൽഖർനൈനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു. യഅ്ജൂജ് മഅ്ജൂജ് എന്ന ജനത ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അവരിൽ നിന്ന് സംരക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമോ എന്നായിരുന്നു അവരുടെ പരാതി. പ്രതിഫലമായി സമ്പത്ത് നൽകാമെന്നവർ വാഗ്ദാനം ചെയ്തെങ്കിലും അള്ളാഹു നൽകിയ അധികാരവും അറിവും മതിയാകുമെന്ന് പറഞ്ഞ് ദുൽഖർനൈൻ അവരുടെ വാഗ്ദാനം നിരസിച്ചു. പകരം അവരെ സഹായിക്കാനായി ഒരു വമ്പൻ മതിൽക്കെട്ട് നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദുൽഖർനൈൻ നിർമ്മിച്ച ആ മതിൽ വെറുമൊരു കൽമതിൽ മാത്രമായിരുന്നില്ല, മറിച്ച് അന്നത്തെ സാങ്കേതിക വിദ്യകളെ വെല്ലുവിളിക്കുന്ന, ഇന്നും ശാസ്ത്രലോകത്തിന് അത്ഭുതമായി തുടരുന്ന ഒരു നിർമ്മിതിയായിരുന്നു അത്. വലിയ ഇരുമ്പ് പാളികൾ കൊണ്ടുവന്ന് രണ്ട് മലകൾക്കിടയിലുള്ള വിടവ് അദ്ദേഹം അടച്ചു. അതിനുശേഷം ആ ഇരുമ്പ് പാളികൾക്കിടയിലേക്ക് ഉരുക്കിയ ചെമ്പ് ഒഴിച്ചു. ഇരുമ്പും ചെമ്പും ചേർന്ന് ലയിച്ച് തുരക്കാനോ തകർക്കാനോ കഴിയാത്ത വിധം ശക്തമായ ഒരു മതിൽ അവിടെ രൂപപ്പെട്ടു. ഇന്നും മനുഷ്യർക്ക് അപ്രാപ്യമായ ഏതോ ഒരിടത്ത് ആ മതിൽ കാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നു. അതിന് പിന്നിൽ പുറം ലോകം കാണാനായി വെമ്പൽ കൊള്ളുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന ജനത തിങ്ങിപ്പാർക്കുന്നുണ്ട്. പ്രവാചക വചനങ്ങളിൽ കാണുന്നതിനനുസരിച്ച് ഈ ജനത ഓരോ ദിവസവും ആ മതിൽ തുരന്നു പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പകൽ മുഴുവൻ അവർ ആ ഇരുമ്പ് മതിലിന് തുരക്കും. ഒടുവിൽ സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ ഇനി ബാക്കി നാളെ തുരക്കാമെന്ന് പറഞ്ഞ് അവർ മടങ്ങും. എന്നാൽ ഇൻഷാ അല്ലാ എന്ന് പറയാത്തതുകൊണ്ട് പിറ്റേന്ന് വരുമ്പോഴേക്കും ആ മതിൽ പഴയതിനേക്കാൾ ശക്തമായി തീർന്നിട്ടുണ്ടാകും. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ അവർ ഇൻഷാ അല്ലാ നാളെ നമുക്കിത് പൂർത്തിയാക്കാമെന്ന് പറയും. പിറ്റേന്നവർ വരുമ്പോൾ മതിൽ അവർ വിട്ടുപോയ പോലെ തന്നെ കാണപ്പെടുകയും അവർ അത് തകർത്ത് പുറത്തു വരികയും ചെയ്യും. അവർ പുറത്തു വരുന്ന സമയം ഭൂമിയിൽ വലിയൊരു നാശത്തിൻ്റെ കാലഘട്ടമായിരിക്കും. വെട്ടുകിളിക്കൂട്ടങ്ങളെപ്പോലെ അവർ പർവ്വതങ്ങളിൽ നിന്ന് കുതിച്ചുപായും. അവരുടെ എണ്ണം അത്രയേറെ കൂടുതലായിരിക്കും. ഹദീസുകളിൽ പറയുന്നതിനനുസരിച്ച് മനുഷ്യരും യഅ്ജൂജ് മഅ്ജൂജും തമ്മിലുള്ള അനുപാതം ഒരു മനുഷ്യന് 999 യഅ്ജൂജ് മഅ്ജൂജുകളായിരിക്കും. അവർ വഴിയിൽ കാണുന്നതെല്ലാം നശിപ്പിക്കും. അവർ കടന്നുപോകുന്ന വഴിയരികിലെ തടാകങ്ങൾ അവർ വറ്റിച്ചു കുടിച്ചു തീർക്കും. ആ കൂട്ടത്തിൽ അവസാനത്തെ ആൾ തടാകത്തിൽ അരികിലെത്തുമ്പോൾ ഇവിടെ മുമ്പ് വെള്ളമുണ്ടായിരുന്നോ എന്നുപോലും തോന്നിപ്പോകും. അത്രയേറെ വേഗത്തിലും ആർത്തിയിലുമായിരിക്കും അവർ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുക. ഈ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ടാകും. ദജ്ജാലിനെ വധിച്ച ശേഷം സമാധാനത്തോടെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവ് വലിയൊരു പരീക്ഷണമായി മാറും. അവരോട് യുദ്ധം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന് അള്ളാഹു ഈസാ നബിയോട് വെളിപ്പെടുത്തും. അതിനാൽ വിശ്വാസികളുമായി
തൂർ പർവ്വതത്തിലേക്ക് മാറി നിൽക്കാൻ അള്ളാഹു ഈസാ നബിയോട് കൽപ്പിക്കും. യജൂജ് മഅജൂജ് ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും കീഴടക്കിയ ശേഷം ആകാശത്തേക്ക് അമ്പുകളെയുമെന്നും ആ അമ്പുകൾ രക്തം പുരണ്ട നിലയിൽ തിരികെ വരുമ്പോൾ നാം ഭൂമിയിലുള്ളവരെയും ആകാശത്തിലുള്ളവരെയും നശിപ്പിച്ചു എന്നവർ അഹങ്കരിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഒടുവിൽ ഈസാ നബിയും വിശ്വാസികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നഗ്ഫ് എന്നറിയപ്പെടുന്ന ഒരു തരം പുഴുക്കളെ അവരുടെ കഴുത്തുകളിലേക്ക് അയക്കപ്പെടും. ഒറ്റ രാത്രി കൊണ്ട് ആ വലിയ ജനത മുഴുവൻ ചത്തൊടുങ്ങും. പിറ്റേന്ന് പ്രഭാതത്തിൽ ഭൂമിയിൽ ഒരിടം പോലും ബാക്കി വെക്കാതെ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും. അവരുടെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ വീണ്ടും പ്രാർത്ഥനകൾക്ക് വേണ്ടി കൈകൾ ഉയരും. അപ്പോൾ ഒട്ടകങ്ങളുടെ കഴുത്തോളം വലുപ്പമുള്ള പക്ഷികളെ അള്ളാഹു അയക്കും. ആ പക്ഷികൾ മൃതശരീരങ്ങളെ എടുത്ത് ദൂരേക്ക് കൊണ്ടുപോയി കളയും. പിന്നീട് അള്ളാഹു ഒരു മഴ വർഷിപ്പിക്കുകയും ഭൂമി കണ്ണാടി പോലെ വൃത്തിയാക്കപ്പെടുകയും ചെയ്യും. യജൂജ് മഅജൂജിൻ്റെ കഥ വെറും ഒരു അത്ഭുത കഥയല്ല, മറിച്ച് മനുഷ്യൻ്റെ അഹങ്കാരത്തിനും ദൈവിക ശക്തിക്കും മുന്നിലുള്ള അവൻ്റെ നിസ്സഹായതയ്ക്കുള്ള ഉത്തമ ഉദാഹരണമാണ്. എത്ര വലിയ സാങ്കേതിക വിദ്യക്കും ശക്തിക്കും തടയാൻ കഴിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ നടക്കൂ എന്ന വലിയ പാഠം ഇതിലടങ്ങിയിരിക്കുന്നു. ആ മതിൽക്കെട്ടിനുള്ളിൽ ഇന്നും അദൃശ്യമായി തുടരുന്ന ആ രഹസ്യം ലോകാവസാനത്തിൻ്റെ ഭയാനകവും എന്നാൽ സത്യവുമായ ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.